നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു കിടിലൻ മത്സരം ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഒരു മികച്ച പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. 4 മത്സരങ്ങളിൽ നിന്ന് 12 പോയിൻ്റാണ് അവരുടെ സമ്പാദ്യം. ഒരു മത്സരം ഏറെ കളിച്ച ലിവർപൂളാണ് 1ാം സ്ഥാനത്തുള്ളത്. ആഴ്സണൽ 5ാം സ്ഥാനത്താണ്. നിലവിൽ 4 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ തകർപ്പൻ പ്രകടനം അവർ നടത്തുന്നുണ്ട്. പ്രീമിയർ ലീഗിലെ എല്ലാ മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ കരുത്തരായ ഇന്റർ മിലാനോട് ഗോൾ രഹിത സമനില അവർ വഴങ്ങുകയായിരുന്നു. മികച്ച പ്രകടനം അന്ന് സിറ്റി നടത്തി, പക്ഷേ അവർക്ക് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു തിരിച്ചടിയാണ്. അതേസമയം ആഴ്സണലും കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഗോൾ രഹിത സമനില വഴങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. അറ്റ്ലാന്റയായിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത്. ഏതായാലും 2 ടീമുകളുടെയും ഒരു പോസിബിൾ ലൈനപ്പ് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എഡേഴ്സൺ തന്നെയായിരിക്കും. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മാനുവൽ ലഗാഞ്ചിയും റൂബൻ ഡയസും ആയിരിക്കും ഉണ്ടാവുക. വിങ് ബാക്ക് പൊസിഷനിൽ കെയ്ൽ വാക്കർ, അതുപോലെ തന്നെ ഗോർഡിയോൾ എന്നിവരായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോഡ്രി ഉണ്ടാകും, കൊവാസിച്ച് ഉണ്ടാകും. കൂടാതെ ഡിബ്രൂയിനെയും ഇന്ന് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്, പക്ഷേ അദ്ദേഹം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുന്നേറ്റ നിരയിൽ 2 വിങ്ങുകളിലായിട്ട് ഫിൽഫോർഡനും ഗ്രീലിഷും ആയിരിക്കും ഉണ്ടാവുക. സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഏർലിംഗ് ഹാലൻഡ് ആയിരിക്കും. അദ്ദേഹത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ ഒരു പ്രതീക്ഷകൾ വരുന്നത്. ഇനിയിപ്പോൾ ആഴ്സണലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു 11-ൽ നിന്നും ചെറിയ ഒരു മാറ്റം മാത്രമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഡേവിഡ് റായ തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീര പ്രകടനം നടത്തിയ താരമാണ് ഡേവിഡ് റായ. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഗബ്രിയേലും വില്യം സാലിബയും, വിങ് ബാക്ക് പൊസിഷനിൽ ടിംബറും ബെൻ വൈറ്റും ആയിരിക്കും ഉണ്ടാവുക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തോമസ് പാർട്ടിക്ക് സ്ഥാനം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ജോർഗീഞ്ഞോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഡെക്ലാൻ റൈസും കായ് ഹാവേർട്സും ആയിരിക്കും മധ്യനിരയിൽ ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഗബ്രിയേൽ ജീസസ് ആയിരിക്കും. അതുപോലെ തന്നെ വിങ്ങുകളിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയും ബുക്കയോ സാക്കയും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ ഒരു മികച്ച മത്സരം കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു പട്ടികയിൽ മുന്നോട്ട് വരണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ സിറ്റിയെ പരാജയപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.